ഭാഗത്ത് കഠിനമായ വേദന, കൈ ഇങ്ങനെ മടക്കാൻ പറ്റുന്നില്ല, ഒരു സാധനം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, തൊടുമ്പോൾ തന്നെ നല്ല വേദന വരുന്നത്, എന്തെങ്കിലും സാധനം തട്ടിപ്പോകുമ്പോഴത്തേക്ക് കഠിനമായ വേദന വരുന്നത്, രാത്രി ഉറക്കാൻ പറ്റുന്നില്ല, അതുപോലെ സാധനം എന്തെങ്കിലും ഒന്ന് നമ്മൾ തുണി പിഴിയാൻ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ല. അതിന് സാധാരണഗതിയിൽ ഡിക്യുർവൻസ് ഡിസീസ് എന്നാണ് പറയുന്നത്. അതായത് ഈ കയ്യിലേക്കുള്ള മസിലിൻ്റെ വള്ളികൾ ഇവിടെ പിണഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ഇത് പൊതുവേ പ്രഗ്നൻറ്റ് ലേഡീസിന് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ കൈ ഉപയോഗിക്കുന്നവർക്കൊക്കെയാണ് ഇങ്ങനെ ഒരു അസുഖം വരുന്നത്. ഡിക്യുർവൻസിൻ്റെ സ്റ്റേജ് അനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഡിസൈഡ് ചെയ്യാം. അതായത് ചെറിയൊരു ഇൻഫ്ലമേഷൻ മാത്രമേ ഈ മസിലിൻ്റെ വള്ളികൾക്കുള്ളൂ എങ്കിൽ നമുക്ക് ആ ഭാഗം അൾട്രാസൗണ്ട് ഗൈഡൻസോട് കൂടി ഹൈഡ്രോ ഡിസെക്ഷൻ ചെയ്തിട്ട് ആ ഒരു വള്ളികളെ ഫ്രീ ആക്കി വിടാൻ പറ്റും. അതല്ല സിവിയർ സ്റ്റിഫ്നെസ് ഉണ്ട്, ആ ഭാഗത്തെ മസിലിൻ്റെ വള്ളികൾ ഒരുപാട് നേരം റപ്ചർ, അതായത് ടയർ വന്നിട്ടുണ്ടെങ്കിൽ PRP ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത്. ഇതിനോട് കൂടെ തന്നെ വേറൊരു അസുഖം വരുന്നുണ്ട്, കിറാൾജിയ പരസ്തെറ്റിക്ക എന്ന് പറഞ്ഞിട്ട്. അതായത് ആ മസിലിൻ്റെ വള്ളിൻ്റെ കൂടെ പോകുന്ന ഒരു നെർവാണ് സൂപ്പർഫിഷ്യൽ റേഡിയൽ നെർവ് എന്ന് പറയും. അതായത് ഈ ഭാഗങ്ങളിൽ തരിപ്പ്, കടച്ചിൽ, ഈ 3 വിരലിലേക്ക് ആ ഒരു പുകച്ചിലൊക്കെ വരുന്ന അതായത് സ്റ്റിഫ്നെസ് ഒക്കെ ഇവിടെ ഉണ്ടാകും, പക്ഷെ കൂടുതലും നംനെസ്സും ഒരു തരിപ്പൊക്കെ ആയിട്ടായിരിക്കും വരിക. അതായത് ആ നെർവ് അവിടെ ഇംപീച്ച്മെൻറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ്. ഇതിനും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ സെയിം തന്നെയാണ്. ആ നെർവിനെ കണ്ടുപിടിച്ചിട്ട് ആ ബ്ലോക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് അൾട്രാസൗണ്ട് ഗൈഡൻസോട് ചെയ്യുകയാണെങ്കിൽ തീർത്തും സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ ഡേ കെയർ പ്രൊസീജിയറായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും.